ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹം മാത്രം ധ്യാനിക്കാനുള്ളൊരു ദിവസമാണ് പെസഹ വ്യാഴാഴ്ചയുടെ എല്ലാ പ്രാർത്ഥനകളും സ്നേഹവും അനുഗ്രഹവും നേരാണ്. എന്തുകൊണ്ടായിരിക്കാം ഒരു അപ്പക്കഷണം എടുത്തുയർത്തി ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു പുരോഹിതന്റെ അൾത്താരയിലേക്ക് അടക്കിപ്പിടിച്ച കരച്ചിലുമായിട്ടൊരു വൃദ്ധൻ കയറി ചെല്ലുന്നത്? എന്നിട്ട് പകുതിയിൽ നിർത്തി, ആ പരിശുദ്ധ കുർബാന പകുതിയിൽ നിർത്തി തന്നെ നെഞ്ചോട് ചേർക്കുന്ന പുരോഹിത കരങ്ങളിലേക്ക് അയാളിങ്ങനെ വീണ് കിടന്ന് പൊട്ടിക്കരയുന്നത്? ഉത്തരം ഒന്ന് മാത്രം: സ്നേഹം. ഈ അൾത്താരയ്ക്ക് മാത്രം തരാൻ കഴിയുന്ന, നമ്മെ കരയിപ്പിക്കുന്ന വിശുദ്ധമായൊരു സ്നേഹം. പലപ്പോഴും പറച്ചിലിൽ മാത്രമായിട്ട് അവസാനിച്ചു പോയ സ്നേഹമെന്ന ഈ വാക്ക് ഒരു മനുഷ്യാവതാരം എടുക്കുന്ന ഈ അൾത്താരയിൽ വെച്ച്, അവിടെ വെച്ച് നമ്മൾ ഈശോയെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ശരിക്കുമുള്ള സ്നേഹത്തിന് ജീവിതം കൊണ്ടവൻ അടിവരയിടുന്ന ക്രൂശിത രൂപത്തിലേക്ക് മിഴികൾ ഉയർത്തുമ്പോൾ, ഓരോ മനുഷ്യനും അറിയാതെ മിഴി നനഞ്ഞ് വിളിച്ചു പറയുന്ന ഒരു നിലവിളിയാണിത്: ഈശോയെ, ഈ സ്നേഹമാണല്ലോ ഞാൻ ഇതുവരെ അന്വേഷിച്ചളഞ്ഞത്. ഒരു മുറി നിറയെ ഇങ്ങനെ സ്നേഹത്തിന്റെ നിശ്വാസം മാത്രം നിറഞ്ഞു നിൽക്കുകയാണ്. അവിടെ വെച്ച് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയണത് ഇതാണ്: ഈ ആഴ്ച എന്തും സംഭവിച്ചോട്ടെ, അതിനൊക്കെ അപ്പുറത്ത് നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഈ ലോകത്തിൽ ഞാൻ നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. എന്തും എടുത്തോ. അത് പെസഹ വ്യാഴാഴ്ച ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത് സ്നേഹം കൊണ്ടാണ്. പാദം കഴുകുന്നത്, ദാസനായി തീരുന്നത് സ്നേഹം കൊണ്ടാണ്. ദുഃഖവെള്ളിയാഴ്ച നമുക്ക് വേണ്ടി കുരിശേറുന്നത് സ്നേഹം കൊണ്ടാണ്. ഉദ്ധാനം ചെയ്യുന്നത് ഇങ്ങനെ മനുഷ്യരോടുള്ള സ്നേഹം കൊണ്ടാണ്, അടങ്ങിക്കിടക്കാനാവാത്തതുകൊണ്ടാണ്. എല്ലാം സ്നേഹത്തിന്മേല. കർത്താവ് അതാ പറയണേ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് മാത്രം ഓർത്താൽ മതി. അതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ പെസഹ വ്യാഴം. വേറൊരിടത്തും പോയാലും കിട്ടാത്തത്ര സ്നേഹം നിറച്ചു കൊടുത്തുകൊണ്ട് അവൻ തൻ്റെ ശിഷ്യന്മാരോട് കൂടെ ഇരുന്ന് സ്വന്തം ശരീരരക്തങ്ങൾ മുറിച്ചു വിളമ്പുന്ന രാത്രിയാണിത്. വേറൊരിടത്തും നമ്മളുടെ ഹൃദയം ഇങ്ങനെ നിറയില്ല ഈ സ്നേഹം കൊണ്ട്. അഗ്നിഹോത്രി എന്ന് പറയുന്ന ഒരു തൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടില് ഭക്ഷണം കഴിക്കാനായിട്ട് എത്തുന്നത് അയിത്തജാതിക്കാരനായിട്ടുള്ള പാക്കനാരാണ്. ഉള്ളിലുള്ള വെറുപ്പ് അത് വാക്കിലും പ്രവൃത്തിയിലും കാണിച്ചുകൊണ്ട് തന്നെയാണ് ജ്യേഷ്ഠത്തി ഇങ്ങനെ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത്. നിമിഷ നേരം കൊണ്ട് അയാളത് കഴിച്ചു തീർത്തിട്ട് പറയുന്നുണ്ട്, വയറ് വിശക്കണമ്മ. അവരത്രയും പെട്ടെന്നത് പ്രതീക്ഷിച്ചതല്ല. അതിൻ്റെ അസ്വാരസ്യവും ദേഷ്യവും ഒക്കെ കാണിച്ചുകൊണ്ടാണ് രണ്ടാം വട്ടത്തെ വിളമ്പ് 2 തവി വിളമ്പിയിട്ട് പറയുന്ന തിന്നെ. അത് കഴിക്കാനായിട്ട് അയാൾക്ക് ആദ്യത്തേതിൻ്റെ അത്ര പോലും സമയം വേണ്ട. പിന്നീട് വലിയ ദേഷ്യത്തോടു കൂടെ ഈ കലം മുഴുവൻ അയാളുടെ മുന്നിൽ കമിഴ്ത്തിയിട്ട് തിന്നെന്ന് പറഞ്ഞ് താഴെ കൊട്ടിയിട്ടിട്ടാണ് ഇവര് ദേഷ്യം പ്രകടിപ്പിക്കുന്നത്. പക്ഷെ അതും കഴിച്ചു തീർത്തത് നിമിഷങ്ങൾ കൊണ്ടാണ്. എന്നിട്ട് വയറ് വിശക്കണമ്മ എന്ന് പറഞ്ഞിരിക്കുന്ന ഇയാളെ നോക്കുമ്പോൾ അവർക്ക് ഭയം തോന്നുന്നു. ഉള്ളിലേക്ക് പോകുന്നത് ഭയപ്പാടോടുകൂടെയാണ്. ഭർത്താവിനോട് പറയും, നിങ്ങളുടെ അനുജൻ വന്ന് എന്തോ മന്ത്രവാദമൊക്കെ കാണിക്കുന്നുണ്ട്. ചേട്ടനിങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ അനുജൻ ഒരു കുഞ്ഞിനെ കണക്ക് ഒരു കുസൃതി ചിരിയോടെയൊക്കെ ഇരുന്നിട്ട് പറയുന്നുണ്ട്, വയറ് വിശക്കണേ ചേട്ടാ. നോക്കുമ്പോൾ ഒന്നുമില്ല, കലത്തിലൊന്നും ബാക്കിയില്ല, ഒരു വറ്റൊഴികെ. ജ്യേഷ്ഠനി കൈവിരൽ കൊണ്ട് ആ ഒരു വറ്റിങ്ങനെ എടുത്തിട്ട് അവനോട് പറയുന്നുണ്ട്, വാ തുറക്ക്. ഒരമ്മയ്ക്ക് മാത്രം കഴിയുന്നത്ര വാത്സല്യത്തോടും സ്നേഹത്തോടും കൂടി ഒരു വറ്റുകൊണ്ട് അയാൾ ഈ അനുജനെ ഊട്ടുന്നുണ്ട്. മിഴി നിറഞ്ഞ് ഒരു സദ്യ കഴിക്കുന്നത്ര തൃപ്തിയോടുകൂടെ അയാൾ പറയുന്നുണ്ട്, ഇപ്പോൾ വയറ് നിറഞ്ഞു കേട്ടോ, ഇപ്പോൾ മാത്രം, ഇപ്പോൾ വയറ് നിറഞ്ഞു കേട്ടോ, ഇപ്പം മാത്രം. ഈ ലോകത്തിൻ്റെ വിശപ്പകറ്റാനായിട്ട് കണ്ണീരോടുകൂടെ ഇങ്ങനെ തൃപ്തിയോടുകൂടെ മനുഷ്യർ കരം കൂപ്പി നിൽക്കാനായിട്ട് ക്രിസ്തുവിന് ഒരപ്പക്കഷ്ണം മതി, ഒറ്റപ്പക്കഷ്ണം. അതുകൊണ്ട് അവൻ ഈ ലോകത്തിൻ്റെ മുഴുവൻ വിശപ്പിൻ്റെ, സ്നേഹത്തിൻ്റെ വിശപ്പിൻ്റെ വേണ്ടിയിട്ടുള്ള വിരുന്നൂട്ടുന്നുണ്ട്. അതാണ് പെസഹ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അത്താഴവിരുന്ന് നമ്മളെ ഒന്ന് കണ്ണടച്ച് ധ്യാനിക്കുമ്പോൾ അത്താഴവിരുന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു പഴയ നിയമ ഭാഗമുണ്ട്. വിശന്ന് വലഞ്ഞ മനുഷ്യർക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ പരിപാലനയുടെ അടയാളമായി, ദൈവിക കരുതലിൻ്റെ അടയാളമായി സ്വർഗത്തിൽ നിന്ന്, ആകാശത്തിൽ നിന്ന് പൊഴിയുന്ന മന്ന. ഇവിടെ മനുഷ്യരെ വിട്ടകലാനായിട്ട് സാധിക്കാത്ത വിധത്തിൽ അവരെ സ്നേഹം കൊണ്ട് മൂടാനായിട്ട് ആഗ്രഹിച്ച സ്വർഗീയ സ്നേഹത്തിൻ്റെ പ്രതിരൂപമായ ഒരു പരിശുദ്ധ കുർബാന. കർത്താവ് ഇങ്ങനെ മുറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ്, നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി തന്നെയാണ്. ഇനി അവന് വേണ്ടത് തനിക്ക് വേണ്ടി തന്നെപ്പോലെ മുറിഞ്ഞ മനുഷ്യരെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടൊരു പകരക്കാരനെയാണ്.
അതിനാണ് പൗരോഹിത്യം. ഈ പരിശുദ്ധ ബലിയിൽ എങ്ങനാണോ അവൻ മുറിഞ്ഞത് അതുപോലെ മുറിഞ്ഞ് സ്നേഹിക്കാൻ, തനിക്ക് പകരക്കാരനാവാൻ, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും മധ്യേ ഇങ്ങനെ സ്വർഗീയ കൃപയുടെ പാലമായി നിലനിൽക്കാൻ ഒരു പകരക്കാരൻ, ഒരു പുരോഹിതൻ. ശരിക്കും അവനെപ്പോലെ തന്നെ മുറിയേണ്ടവൻ. ഇനി ഈ ഗോൽഗോഥായിൽ ഒരാൾ വന്ന് നിൽക്കുമ്പോൾ ഇവിടെ 2 പേർ നിണം വീഴ്ത്തി എന്നറിയില്ല, പകരം ഒറ്റൊരു മനുഷ്യന്റെ രക്തമാണെന്നേ കരുതൂ എന്നൊക്കെ പറഞ്ഞ ഖലീൽ ജിബ്രാൻ കവിത എഴുതുന്നത് വെറുതെയല്ല. ഈ ഒരു അൽത്താരയിൽ ഇനി മുറിയപ്പെടാൻ പോകുന്നത് ക്രിസ്തുവിനെ കണക്ക് അവനോളം സ്നേഹം നിറച്ചു വെച്ച ഒരു പുരോഹിതന്റെ ജീവിത രക്തം തന്നെയാണ്. അതല്ലെങ്കിലും ആ സ്നേഹമില്ലാതെ എങ്ങനെയാണ് ഒരാൾക്ക് അവന്റെ കുഞ്ഞാടുകളെ മേയ്ക്കാനാവുക? പത്രോസ്ലിഹിയോട് കർത്താവ് ചോദിക്കുന്ന അതേ ചോദ്യമാണല്ലോ, പീറ്റർ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. അങ്ങനെ ക്രിസ്തുവിന്റെ സ്നേഹത്തെ ഓർമ്മിപ്പിക്കുന്ന, അവനെപ്പോലെ മുറിയാൻ തയ്യാറെടുത്ത് ജീവിതം ബലിയായി അർപ്പിച്ച, സമർപ്പണ വഴികളിലൂടെ നടന്നു പോയ ചില മനുഷ്യരെ കൂടെ ഓർക്കേണ്ട ദിവസമാണിത്. പുരോഹിതന്മാര് നമ്മുടെ ജീവിതത്തിന് എത്രമാത്രം ബലമായും സ്നേഹത്തിന്റെ കരുതലയായും നമ്മളെ പൊതിയുന്നുവെന്നോർത്ത് അവർക്ക് വേണ്ടി സ്വർഗത്തിന് നന്ദി പറയേണ്ട ദിവസം. ഗില്ലിഗനച്ചൻ ഇങ്ങനെ രാത്രിയെന്നില്ല പകലെന്നില്ല എന്ന് പറഞ്ഞ് തൻ്റെ ഇടവക ജനങ്ങൾക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പകർച്ചവ്യാധി നടമാടുന്നൊരു കാലമായിരുന്നു. പലരും മരിച്ചു കിടക്കുന്നുണ്ട്, പലരും ഇങ്ങനെ ജീവന് വേണ്ടി കേഴുന്നുണ്ട്. അവർക്കിടയിലൂടെ അന്ത്യകൂദാശ നൽകി അവർക്ക് അവസാനം ഇങ്ങനെ ഒപ്പീസും പാടി ഇങ്ങനെ ഒരു ദിവസം മുഴുവൻ ഓടി നടക്കുന്ന ഒരച്ഛൻ വൈകുന്നേരമാകുമ്പോൾ ഒന്ന് നടുനിവർത്തി തൻ്റെ മേടയിൽ വന്ന് കസേരയിലിരിക്കുമ്പോൾ ആരോ ഒരാൾ വിളിച്ചു പറയുന്നുണ്ട്, അച്ഛാ ആ മലമുകളിൽ ഏറ്റവും അറ്റത്ത് ആ മനുഷ്യൻ മരിക്കാൻ കിടക്കുന്നുണ്ട്. സ്വർഗത്തെ നോക്കിയൊരു പ്രാർത്ഥനയുണ്ട് ഗെത്സമനിയിലെ ക്രിസ്തുവിനെ കണക്ക്. ദൈവം എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, ഒരിത്തിരി നേരം തലചായ്ക്കാൻ പോലും സമയമില്ലല്ലോ, എന്ത് ചെയ്യും ഇങ്ങനെയാണെങ്കിൽ? എന്നിട്ട് ഉടനെ പറയുന്നുണ്ട്, അല്ല ദൈവമേ, കർത്താവെ ക്ഷമിക്കണേ, ആത്മാവ് സന്നദ്ധമാണെങ്കിലും എൻ്റെ ശരീരം ബലഹീനമായി പോകുന്നു, ശക്തി തരണേ എന്ന് പറഞ്ഞ ആ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അവിടെ മുട്ടുകുത്തി ആ കസേരയിൽ ഇങ്ങനെ ഊന്നായി നിന്ന് അയാൾ പ്രാർത്ഥന തുടങ്ങുന്നുണ്ട്. പ്രാർത്ഥിച്ച് ഉറങ്ങിപ്പോകുന്നൊരു പാവം പുരോഹിതൻ. പിന്നീട് അയാൾ എഴുന്നേൽക്കുന്നത് പിറ്റേ ദിവസം വെളുപ്പിനെ കിളികളുടെ കൂജനം കേട്ട, കിളികളുടെ ശബ്ദം കേട്ട. ചാടി എഴുന്നേൽക്കുന്നതോടെ ഇയാൾ ആദ്യം ഓർമ്മ വരുന്നത്, ദൈവമേ ആ പാവം മനുഷ്യൻ മരിച്ചിട്ടുണ്ടാവും. പിന്നീട് അയാൾ തൻ്റെ കുതിരയെ എടുത്ത് ഈ താഴ്വാരങ്ങളിലൂടെ നയിക്കുന്നത് ഭ്രാന്തനെ പോലെയാണ്. ജീവൻ പോലും നോക്കാത്തത്ര അപകടകരമായിട്ടുള്ളൊരു ഹോഴ്സ് റൈഡ് നടത്തുന്നുണ്ട് അയാള് മലമുകളിലേക്ക്. അവിടെ ചെന്ന് വാതിലിൽ മുട്ടുമ്പോൾ വാതിൽ തുറക്കുന്ന സ്ത്രീ ഇയാളെ നോക്കിയിട്ട് ചോദിക്കും, ഫാദർ യു അഗെയിൻ, അച്ഛൻ നിങ്ങൾ വീണ്ടും വന്നു. അത് കേൾക്കാൻ ഇയാൾക്ക് സമയമില്ല. ആ പാവപ്പെട്ട മനുഷ്യൻ മരിച്ചോ എന്നാ ചോദിക്കണേ. അച്ഛൻ വന്ന് പോയി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു കിളി പാടുന്നത്ര സ്നേഹത്തോടു കൂടെ ദൈവത്തിന് നന്ദി പറഞ്ഞ് അയാള് വലിയ സന്തോഷത്തോടെ മരണത്തിലേക്ക് പോയി. അപ്പോഴാണ് അച്ഛൻ അവര് പറയണത് കേൾക്കണത്, ഞാൻ വന്നില്ലല്ലോ, ഞാൻ വന്ന് 1 മണിക്കൂർ കഴിഞ്ഞ് അയാൾ മരിച്ചു എന്ന് കേട്ട ഇയാള് പിന്നീട് മുട്ടിന്മേൽ നിൽക്കുന്നത് സന്തോഷം കൊണ്ടാണ്. ആകാശങ്ങളിലേക്ക് മിഴികൾ ഉയർത്തി അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്, ഏറ്റവും ബലഹീനനായി പോയൊരു പുരോഹിതന് വേണ്ടി തൻ്റെ മാലാഖമാരിൽ ഒരാളെ അയച്ച് അവന് വേണ്ടി നിലകൊണ്ടെൻ്റെ ദൈവമേ, നിന്റെ സ്നേഹം എത്ര വലുതാണ്. മനുഷ്യർക്ക് വേണ്ടി മുറിയാനായി തയ്യാറാകുമ്പോൾ ഗെത്സമനിയിൽ ക്രിസ്തുവിനൊരു മാലാഖ എന്ന കണക്ക് പുരോഹിതന്മാർക്ക് അൾത്താരയുടെ സംരക്ഷണവും കരുത്തും കൊടുക്കുന്നെൻ്റെ ദൈവമേ, അങ്ങേക്ക് നന്ദി എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കാനാണ് ദിവസം. പറഞ്ഞില്ലേ, ഇത് സ്നേഹം ജീവിക്കാനായിട്ടുള്ള ഒരു ദിവസം തന്നെയാണ്. ഐ ഷാൽ സീ യു ഓൾ ലേറ്റർ എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെല്ലാവരെയും നമുക്ക് വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ഒരാളെ തിരികെ വിളിച്ച് ഹേയ് ഡാഡ് ഐ ലവ് യു എന്ന് നമുക്കൊന്ന് പറയണ്ടേ? കാരണം ഇറങ്ങിപ്പോകുന്ന ഒരാൾ ഇനി തിരിച്ചു വന്നില്ലെങ്കിലോ, ഈ കണ്ടുമുട്ടല് അവസാനത്തേതാണെങ്കിലോ, മുതിർന്നു പോയ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് ചേർത്ത് പിടിച്ച് അവരെ ഒന്ന് ഒരു മുത്തം കൊടുക്കാൻ പറ്റണമെന്നേ. കണ്ണിലിങ്ങനെ കറുപ്പ് പടർന്ന നമ്മുടെ ജീവിത പങ്കാളിയുടെ മുഖത്ത് നോക്കി ആദ്യത്തെ പ്രണയത്തോടു കൂടി ഒന്ന് പുണരാൻ പറ്റണം, ഒന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റണം. വയ്യാതെ കിടക്കുന്ന അപ്പൻ്റെയോ അമ്മയുടെയോ ചാരത്ത് അവരുടെ കട്ടിലിൽ അവരുടെ കുഞ്ഞുങ്ങളെ എന്ന കണക്ക് നമുക്കൊന്ന് ചേർന്ന് കിടക്കാൻ പറ്റണം. ഇത് സ്നേഹം ജീവിക്കാനായി കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ദിവസം, പഠിപ്പിക്കുന്ന ദിവസം. ആ സ്നേഹം ജീവിക്കാനാവുമ്പോൾ മാത്രം നമുക്ക് ഈ പെസഹ വ്യാഴാഴ്ച അനുഭവമായിട്ട് മാറുന്നു. നേരത്തെയും സൂചിപ്പിച്ചതാണ്, പരസ്പരം പാദം കഴുകാൻ പറയുമ്പോൾ ചുറ്റുമുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞ് നാണക്കേടായിട്ട് മാറി നിൽക്കുന്ന സ്വന്തം വീട്ടുകാർ,
ആലോചിച്ച് നോക്കിയേ, പരസ്പരം പാദം കഴുകാൻ പറ്റാത്ത വിധം നമ്മുടെ സ്നേഹം ഇങ്ങനെ മരവിച്ചു പോയിടത്ത് സ്വർഗത്തിൻ്റെ അഗ്നിയാളുന്ന സ്നേഹത്തിൻ്റെ ദിവ്യ കാരുണ്യ സ്നേഹവുമായി അവൻ നമ്മളിലേക്ക് നിറയുന്ന ദിവസം. പരസ്പരം സ്നേഹിക്കുക, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. അങ്ങനെ അവൻ സ്നേഹിച്ചതിൻ്റെ പകരക്കാരനായിട്ട് നിൽക്കാൻ ഒരു പുരോഹിതൻ നമുക്ക് വേണ്ടി ഇങ്ങനെ കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഇനി ആ സ്നേഹത്തിലേക്ക് തിരിച്ചു ചെല്ലാനല്ലാതെ ഈ പരിശുദ്ധ ദിവ്യബലി, ഈ അൾത്താര എന്താണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് നമ്മളെ ക്ഷണിക്കുന്നത്? എല്ലാവർക്കും ഉള്ളു നിറഞ്ഞ സ്നേഹം ജീവിക്കാനുള്ള കൃപ ലഭിക്കട്ടെ എന്നുള്ള ഒരു വൈദികൻ്റെ സ്നേഹപൂർവമുള്ള പ്രാർത്ഥന മാത്രം സ്വർഗം അനുഗ്രഹിക്കട്ടെ.